അല്ല, ഞങ്ങൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞങ്ങളുടെ ഉണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എടുത്ത ഡാറ്റ ഞങ്ങളുടെ ഉണ്ട്. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഇത്തരത്തിലുള്ള 20,000-ലധികം വോട്ടുണ്ട്. 20,000-ലധികം. മറ്റുള്ള സ്ഥലങ്ങളിൽ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ മറ്റുള്ള നിയോജക മണ്ഡലങ്ങളിൽ വോട്ടുള്ള 20,000-ഓളം വോട്ടുകൾ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലുണ്ട്. ഞങ്ങളുടെ കയ്യിൽ ഡാറ്റയുണ്ട്. ഈ ആളുകൾ വോട്ട് രേഖപ്പെടുത്തിയാൽ ഞങ്ങൾ അതിനെ സംബന്ധിച്ച് കോടതിയെ സമീപിക്കും. ഞങ്ങൾ അല്ല, അതാണ് പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPയുടെ ജില്ലാ പ്രസിഡന്റ് മാത്രമല്ല, ഇതുപോലെ 2 വോട്ടുള്ള എല്ലാവരെയും നീക്കം ചെയ്യേണ്ടത് ആരാ? തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ജില്ലാ പ്രസിഡന്റ് BJPയുടെ ജില്ലാ പ്രസിഡന്റ് ജില്ലാ ഓഫീസിലാണ് താമസിക്കുന്നത്. നിങ്ങൾ അദ്ദേഹത്തിൻ്റെ റൂം ഞാൻ കാണിച്ചു തരാം, നിങ്ങൾ കൂടെ വന്നോ. അദ്ദേഹം റിമൂവ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടല്ലോ, അത് ഒഴിവാക്കേണ്ടത് ആരാ? ഒരാൾക്ക് അപേക്ഷ കൊടുക്കാനേ കഴിയുള്ളൂ. അത് അന്വേഷണം നടത്തി ഒഴിവാക്കേണ്ട ഉത്തരവാദിത്തം. ഒരു അന്വേഷണവും ഇല്ലാതെ 16 പേരുടെ വോട്ട് ഒഴിവാക്കിയിരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, അപേക്ഷ കൊടുക്കാത്ത, ഒരു അന്വേഷണവും നടത്താത്ത, സ്ഥിരതാമസമുള്ള 16 പേരെ ഒഴിവാക്കുന്നു. അതെന്താ ഒഴിവാക്കുന്നത്? അതെന്താ നിങ്ങൾ ചോദിക്കാത്തത്? എങ്ങനെയാണ് 16 പേര്? അവർ അപേക്ഷ കൊടുത്തിട്ടില്ല, ആരും അപേക്ഷ കൊടുത്തിട്ടില്ല. അവർ ജീവനോടെ ഇരിക്കുന്നു. അവർ ഇവിടെ ലൈവായിട്ട് റേഷൻ കട പോലെയുള്ള സ്ഥാപനങ്ങൾ നടത്തി വരുന്നു. അവരുടെ വോട്ട് ഒഴിവാക്കപ്പെടുന്നു. അല്ല, ഞാൻ പറഞ്ഞല്ലോ, സരിനി നിങ്ങളും കൂടി കൂട്ടിക്കേട്ടണ്ട. ജില്ലാ പ്രസിഡന്റ് കഴിഞ്ഞ 1 വർഷമായിട്ട് പാലക്കാട് ജില്ലാ ഓഫീസിലെ താമസം. 6 മാസം കഴിഞ്ഞാലേ സ്ഥിരതാമസം ആയാലേ ചേർത്താൻ പറ്റുള്ളൂ. സരിന് 6 മാസം ആയോ? ആ വീട്ടിൽ പോയി അന്വേഷിക്കും. BJPയുടെ ജില്ലാ ഓഫീസിൽ ഒരു റൂം ജില്ലാ പ്രസിഡന്റാണ് താമസിക്കാനുള്ള റൂമാണ്. സരിൻ താമസിക്കുന്നത് ഇവിടെയാണ്. സരിൻ താമസിക്കാൻ തുടങ്ങിയിട്ട് എത്രയായി? ആ വീട്ടിൽ ഇപ്പോൾ താമസിക്കുന്ന ആരാ? നിങ്ങൾ ഇതേ യൂണിറ്റുകൾ മുഴുവൻ ആ 27/484 മണപ്പുള്ളിക്കാവുള്ള ആ വീട്ടിലേക്ക് പോവുക. കാടാങ്കോടുള്ള വീട്ടിൽ പോവാ. ഞങ്ങൾ ചേർത്തിട്ടില്ല. ഞങ്ങൾക്ക് കള്ള വോട്ട് ചേർത്തേണ്ട ആവശ്യമില്ല. ഞങ്ങൾ കൊടുത്തുവല്ലോ. ഒഴിവാക്കേണ്ടതാരാ? ഞങ്ങൾ അവിടുത്തെ ഡിലീറ്റ് ചെയ്യാനും ഇവിടുത്തെ ചേർത്താനുമാണ് കൊടുത്ത്. എന്തുകൊണ്ട്? അതാരാ ചെയ്യേണ്ടത്? ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ, വ്യക്തിക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇവിടെ ഇല്ല, അപേക്ഷ കൊടുക്കാത്ത ആളുടെ എന്തിനാ ഒഴിവാക്കുന്നത്? അല്ല, ഞാൻ പറയുന്നത് സരിന്റെ വീട്ടിൽ അവിടെ ആരാ താമസിക്കുന്നത്? നിങ്ങൾ പോയി കയറി. ജില്ലാ പ്രസിഡന്റ് ഇവിടെ താമസിക്കുന്നുണ്ടല്ലോ. BJP ഓഫീസിന് ജില്ല, അത് ആരാ ഉൾപ്പെടുത്തേണ്ടത്? വീട്ടു നമ്പർ ഇല്ലാത്ത ഒരു വോട്ട് എങ്ങനെ ചേർത്താൻ പറ്റുക? അത് നിങ്ങൾക്ക് തെറ്റ്. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവാദിത്വമല്ലേ? ഒരപേക്ഷ ഞാൻ ആപ്പുണ്ട്, ഞാൻ കാണിച്ചു തരാം. വോട്ടർ പട്ടികയിൽ പേര് ചേർത്ത നിങ്ങളിത് അല്ലല്ല BJPയുടെ ജില്ലാ പ്രസിഡന്റ് പേരുള്ള ഒരു ഓഫീസിൽ വേറെ ആരുടെ ലെറ്റർ വേണം? വാടകക്കാരനാ ജില്ലാ പ്രസിഡന്റ്? CPMന്റെയും കോൺഗ്രസിൻ്റെയും ജില്ലാ പ്രസിഡന്റുമാരും ജില്ലാ സെക്രട്ടറിമാരും വാടകക്കാരായിരിക്കും. BJPയുടെ ജില്ലാ പ്രസിഡന്റ് വാടകക്കാരനല്ല, ആ പാർട്ടി ഓഫീസിൻ്റെ ഉടമസ്ഥനാ. വോട്ടർ രജിസ്ട്രേഷൻ ആപ്പ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം, നമുക്ക് പരിശോധിക്കാം. അതിൽ കൃത്യമായിട്ട് ഡോർ നമ്പറും അഡ്രസ്സും ചെയ്യണം. അപ്പോൾ അതില്ലെങ്കിൽ BLOയിൽ അന്വേഷിക്കേണ്ടത്. അപ്പം ഞങ്ങൾ ഈ 33-ാം ബൂത്തിൽ BLOനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്. ആ BLO ഫോൺ പോലും എടുക്കുന്നില്ല. വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച് ഇതിൽ അവരുടെ പേര് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ടെന്ന് അറിഞ്ഞ് വിളിക്കുന്ന സമയത്ത്, വോട്ടർമാർ വിളിക്കുന്ന സമയത്ത് BLO ഫോൺ പോലും എടുക്കുന്നില്ല. ജില്ലാ കളക്ടർ ഇത്തരത്തിലുള്ള BLOമാരെ വെച്ചിട്ട് ഇവിടെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിക്കുക. ജില്ലാ റിട്ടേണിംഗ് ഓഫീസറാണ് അവർ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിക്കുക. രഘുനാഥിന് ഞാൻ ചാലഞ്ച് ചെയ്യണു. രഘുനാഥിൻ്റെ വോട്ട് കോഴിക്കോടാണ്. രഘുനാഥിൻ്റെ വോട്ട് പാലക്കാട് ഉണ്ടെന്ന് പറഞ്ഞാൽ, തെളിയിച്ചാൽ, VK ശ്രീകണ്ഠൻ തെളിയിച്ചാൽ ഞാൻ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് മാറാം. അല്ലെങ്കിൽ VK ശ്രീകണ്ഠൻ MP സ്ഥാനം രാജിവെക്കാൻ തയ്യാറുണ്ടോ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. 2, നെല്ല് സംഭരണം. പാലക്കാട് വലിയ വിഷയം. നെല്ല് 3 പഞ്ചായത്തുകളിൽ ഞാൻ കഴിഞ്ഞ തവണയും പറഞ്ഞിരുന്നു, നെല്ല് സംഭരണത്തിൻ്റെ പേരിൽ കേരളത്തിൽ 400 കോടി രൂപയുടെ അഴിമതിയാണ് നടക്കുന്നത്. 400 കോടി രൂപയിൽ അധികം വരുന്ന അഴിമതിയാണ് നടക്കുന്നത്. സംഭരിക്കാത്ത, നെൽകൃഷി ചെയ്യാത്ത അല്ലെങ്കിൽ സംഭരിക്കാത്ത നെല്ലിൻ്റെ പേരിൽ കോടികൾ വെട്ടിച്ചെടുക്കുന്നുണ്ട്. ഇത് 21, 22, 23, 24 23-24 സർക്കാരിൻ്റെ നെല്ല് സംഭരിക്കണമെങ്കിൽ ഏരിയ രജിസ്റ്റർ ചെയ്യണം. സൈറ്റിൽ ഏരിയ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് 1,48,833 ഹെക്ടറാണ്. നെല്ല് സംഭരിച്ചിരിക്കുന്നത് 1,70,994 ഹെക്ടറിന്. ഇതെങ്ങനെയാണ് സംഭവിക്കുക? അതായത് നെല്ല് സംഭരിക്കാൻ സപ്ലൈകോവിൻ്റെ സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത ഹെക്ടർ 1,48,833. നെല്ല് സംഭരിച്ചിരിക്കുന്നത് 1,70,994. അതായത് ഏകദേശം
തൊണ്ണൂറായിരം ഏക്കർ സ്ഥലത്തുനിന്ന് നെല്ല് അഡീഷണലായിട്ട് സംഭരിച്ചതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഞങ്ങൾ ആരോപിക്കുന്നുണ്ട്, ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും 16 രൂപയ്ക്കും 18 രൂപയ്ക്കും കിട്ടുന്ന നെല്ല് പാലക്കാടും അതുപോലെ തന്നെ കുട്ടനാടുമുള്ള കൃഷി ചെയ്യാത്ത കർഷകരുടെ പേരിൽ വ്യാജമായിട്ട് നെല്ല് സംഭരിച്ചതായി കണക്ക് കൊണ്ടുവന്ന് സംഭരണ വില തട്ടിയെടുക്കുന്ന വലിയൊരു ലോബി, അത് ഭരണകക്ഷിയിലെ ഒരു ഉന്നത നേതാവിൻ്റെ മകൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ കുറേ കാലമായിട്ട് ഇവിടെ പ്രവർത്തിച്ചു വരുന്നു. 400-500 കോടി രൂപയുടെ വെട്ടിപ്പാണ് നടക്കുന്നത്. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം. ഒരു ഏക്കറിന് സർക്കാരിൻ്റെ കണക്ക് പ്രകാരം 2200 കിലോ ആണ് സംഭരിക്കുന്നത്. 90,000 ഏക്കറിൽ നിന്ന് എത്ര നെല്ലാണ് സംഭരിക്കുക, എത്ര കോടി രൂപയാണ് സർക്കാരിൻ്റെ ഖജനാവിന് നഷ്ടപ്പെടുക എന്നുള്ളത് നോക്കിയാൽ. നെല്ല് സംഭരണത്തിലെ അഴിമതിയെ സംബന്ധിച്ച് സർക്കാർ അന്വേഷിക്കണം. നേരത്തെ വിജിലൻസ് അന്വേഷിച്ച് കൃഷി ചെയ്യാത്ത കർഷകൻ്റെ പേരിൽ നെല്ല് സംഭരിക്കുന്നത് സംബന്ധിച്ച് വലിയ ആരോപണം വന്നതാണ്. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഈ 3 വർഷത്തെയും പരിശോധിക്കാം. 23-24 1,48,000 ഹെക്ടറാണ് രജിസ്റ്റർ ചെയ്ത്. 1,70,000 ഹെക്ടറിന് നെല്ല് സംഭരിച്ചു. 22-23 1,70,000 ഹെക്ടറിൽ രജിസ്ട്രേഷൻ വന്നു. 1,82,000 ഹെക്ടറിന് നെല്ല് സംഭരിച്ചു. 21-22 1,71,000 ഹെക്ടറിൽ രജിസ്ട്രേഷൻ വന്നു. 1,84,000 ഹെക്ടറിന് നെല്ല് സംഭരിച്ചു. അതായത് ഇല്ലാത്ത ഭൂമിയിൽ നിന്ന് എങ്ങനെ നെല്ല് സംഭരിക്കാൻ പറ്റുക? കൃഷിഭൂമി കൃഷി ചെയ്ത കർഷകൻ രജിസ്റ്റർ ചെയ്യുന്നതിൽ നിന്നും എത്രയോ ഏക്കർ, 2-3 ഇരട്ടി ഏക്കർ സ്ഥലത്തു നിന്നാണ് നെല്ല് സംഭരിക്കുന്നത്. ഇല്ലാത്ത കർഷകൻ്റെ പേരിൽ നെല്ല് സംഭരിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതവും സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതവും ഒക്കെ തട്ടിയെടുക്കുന്ന, നെല്ലിൻ്റെ താങ്ങുവില തട്ടിയെടുക്കുന്ന വലിയൊരു ലോബി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഭരണകക്ഷിയിൽപ്പെട്ട ഒരു നേതാവിൻ്റെ, ഉന്നത നേതാവിൻ്റെ മകൻ്റെ നേതൃത്വത്തിലാണ് ലോബി. ഘടകകക്ഷിയുടെ മോനാണ്, ഘടകകക്ഷി നേതാവിൻ്റെ മോനാണ്. എന്തുകൊണ്ടാണ് ആ ഘടകകക്ഷി വായടച്ചിരിക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയാം. ഓണക്കിറ്റിന് ശർക്കര കൊണ്ടുവന്നത് സംബന്ധിച്ച്, ഇതെല്ലാം സംബന്ധിച്ചുള്ള വിജിലൻസ് റിപ്പോർട്ട് ഇയാൾക്കെതിരായിട്ട് മുഖ്യമന്ത്രിയുടെ കയ്യിലുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രി പറയുന്നതിന് അപ്പുറം നിൽക്കാൻ ഈ ഘടകകക്ഷിക്ക് ഇപ്പോൾ സാധിക്കില്ല. കാരണം പാലക്കാട്ടുകാരനായിട്ടുള്ള മന്ത്രിയല്ല, പാലക്കാട്ടുകാരനായിട്ടുള്ള മന്ത്രിയല്ല. ഇത് രണ്ടാമത്തെ ഘടകകക്ഷിയുടെ സംസ്ഥാന നേതാവിൻ്റെ മോനാണ്. ഞാനെന്തിനാ പേര് പറയുന്നത്? നിങ്ങൾ അന്വേഷിക്കുക. ഇത് നാട്ടിൽ മുഴുവൻ പാട്ടാണ്. ഓണക്കിറ്റിനുള്ള ശർക്കര കൊണ്ടുവന്ന തമിഴ്നാട്ടിൽ നിന്ന് അദ്ദേഹമാണ്. അദ്ദേഹത്തിന് അവിടെ ശർക്കര മില്ലുകളുണ്ട്. വെളിച്ചെണ്ണ കൊണ്ടുവരുന്നത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ്, സപ്ലൈകോന് കൊടുക്കുന്നത്. ഇതെല്ലാം ഇതാണ്. എന്തുകൊണ്ട് മുഖ്യമന്ത്രിയും സപ്ലൈകോ മിനിസ്റ്ററും ഒന്നും ഇത് സംബന്ധിച്ച്, സിവിൽ സപ്ലൈസ് മന്ത്രിയൊന്നും ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തുന്നില്ല? കോടികളാണ്, 400 മുതൽ 500 കോടി രൂപ വരെ അഴിമതിയാണ് ഓരോ വർഷവും നെല്ല് സംഭരണത്തിൻ്റെ പേരിൽ കേരളത്തിൽ നടക്കുന്നത്. ഇന്നലെ ഈ പലയിടങ്ങളിലും വോട്ട് ചേർക്കപ്പെട്ട സംഭവത്തിൽ BLOമാരെ നേരിട്ട് ഹാജരാകണമെന്ന് കളക്ടർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിലൊരു നടപടിയിലേക്ക് പോകുമെന്ന് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട്? അല്ല, കളക്ടർ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് കളക്ടർക്ക് ഇത് തെരഞ്ഞെടുപ്പ് കൃത്യമായിട്ട് നടക്കണം, യഥാർത്ഥ വോട്ടർമാരെ വോട്ട് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്വീകരിക്കാം. ഞങ്ങൾ പെൻഡ്രൈവിൽ പ്രിൻ്റ് ഔട്ട് എല്ലാം കൊടുത്തിരുന്നു. ബൂത്ത് അടിസ്ഥാനത്തിലുള്ള ലിസ്റ്റ്, ഡബിൾ വോട്ടിൻ്റെ ലിസ്റ്റ് കൊടുത്തിരുന്നു. എന്താ കളക്ടർ നടപടി സ്വീകരിച്ചില്ല? അപ്പോൾ ജില്ലാ കളക്ടർക്ക് CPM പറയുന്നതിൻ്റെ അപ്പുറം പ്രവർത്തിക്കാൻ പാലക്കാട് ജില്ലാ കളക്ടർക്ക് കഴിയില്ല. അവർ CPMൻ്റെ ഉള്ളംകൈയിലാണ്.